കടലിന്റെ മക്കളെ അപമാനിച്ച് ശശി തരൂർ എം പി. മത്സ്യമാർക്കറ്റിലെ മണം തനിക്ക് ഓക്കാനം ഉണ്ടാക്കുന്നതാണെന്ന് ശശി തരൂരിന്റെ ട്വീറ്റ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യമാർക്കറ്റിലെത്തിയ ശേഷമായിരുന്നു തരൂരിന്റെ ട്വീറ്റ്. പ്രളയകാലത്ത് കേരളത്തിന്റെ സൈന്യമായി മാറിയ മത്സ്യത്തൊഴിലാളികളും മത്സ്യം കഴിക്കുന്ന മലയാളികളെയും അപമാനിക്കുന്ന ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഏറ്റവും ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ലെസ്ലി ചേരുന്നു. അതായത് രൂക്ഷമായ വിമർശനം, ഇതിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. ലെസ്ലി, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മീമണമേറ്റാൽ ഓക്കാനിക്കുന്ന തരത്തിലുള്ള വെജിറ്റേറിയൻ ബോധമാണ് തനിക്കുള്ളതെന്നാണ് ശശി തരൂർ ട്വീറ്റിലൂടെ കുറിച്ചത്. ഇതിനെതിരെയാണ് വ്യാപകമായ പ്രതിഷേധം മേഖലയിൽ നിന്നുണ്ടാകുന്നത്. കാരണം മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കുന്ന തരത്തിൽ ആണ് ഇത് പൊതുസമൂഹം ഏറ്റെടുത്തിരിക്കുന്നത്. നവമാധ്യമങ്ങൾ വലിയ തോതിലുള്ള വിമർശനമാണ് ശശി തരൂരിന്റെ ഈ പരാമർശത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നത്. ശശി തരൂർ ഉപയോഗിച്ച വാക്കാണ് ഏറ്റവും വേദനാജനകമായി മത്സ്യത്തൊഴിലാളികൾക്ക് മേൽ പതിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ മത്സ്യ മാർക്കറ്റിലെത്തുകയും അവിടുത്തെ പ്രായമായ സ്ത്രീകൾ മത്സ്യ വിൽപ്പനയിൽ ഏർപ്പെട്ടിരുന്ന പ്രായമായ സ്ത്രീകളോട് വോട്ടഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ ചിത്രങ്ങളോടുകൂടി അടങ്ങിയാണ് അദ്ദേഹം ഇത്തരമൊരു പോസ്റ്റ് ഇട്ടുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം അപമാനിക്കുന്ന വിധത്തിലുള്ള വാക്പ്രയോഗം നടത്തിയിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, മീൻമണം തനിക്ക് മനംപുരട്ടൽ ഉണ്ടാക്കുമെങ്കിലും ചന്തയിലെ ആരവങ്ങൾ തന്നെ ഉത്സാഹഭരിതനാക്കി എന്നുകൂടി അദ്ദേഹം കുറിക്കുന്നുണ്ട്. ഇതിൽ താൻ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആണ് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം എടുത്ത് പറയുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന പ്രധാന വിമർശനവും ഇത് തന്നെയാണ്. ഒരു സസ്യബുക്കാണ് താൻ എന്ന സവർണ മേധാവിത്വ ശൈലിയിൽ അദ്ദേഹം കുറിക്കപ്പെടുമ്പോൾ അത് ദളിത് വിഭാഗത്തിന്, പ്രത്യേകിച്ച് കടലോര മത്സ്യമേഖലയിൽ പണിയെടുക്കുന്ന അന്നത്തിന് വേണ്ടി പണിയെടുക്കുന്നവരെ അപമാനിക്കുന്ന തരത്തിലേക്ക് ആ വാക്കുകൾ വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്തു. അതിന് ആക്കം കൂട്ടുന്ന തരത്തിലാണ് ഓക്കാനിക്കൽ എന്ന ഒരു വാക്ക് കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു വിമർശനവും പ്രതിഷേധവുമാണ് ഈ മേഖലയിൽ നിന്നും ശശി തരൂരിന്റെ വാക്പ്രയോഗത്തിനെതിരെ ഉയരുന്നത്. ലെസ്ലി, തരൂരിന്റെ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയരുന്നു. വിവിധ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ ഇതിനകം തന്നെ പ്രതിഷേധ പ്രകടനങ്ങൾ അടക്കം നടത്തിയെന്നാണ് പുതിയ വിവരങ്ങൾ. അതായത് ഈ കോൺഗ്രസിലെ നേതാക്കൾ പോലും തരൂരിന്റെ പരാമർശം അംഗീകരിക്കുമെന്ന് തോന്നുന്നില്ല. ആ നിലയ്ക്ക് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം വന്നിട്ടുണ്ടോ? ഇക്കാര്യത്തിൽ ശശി തരൂരിനെ ന്യായീകരിച്ചോ തള്ളി പറഞ്ഞുകൊണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ ലഭ്യമായിട്ടുണ്ടോ ലെസ്ലി? അത്തരത്തിലുള്ള പ്രതികരണങ്ങളൊന്നും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് ഇന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുമാണ് ശശി തരൂരിന് വലിയ പിന്തുണ നൽകുന്ന രണ്ട് നേതാക്കന്മാർ. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം ഉണ്ടാകേണ്ട ആവശ്യകത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും ഏകപക്ഷീയമായി താൻ സ്ഥാനാർത്ഥിയായി സ്വയം പ്രഖ്യാപിക്കുകയും തുടർന്ന് AICC സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ മണ്ഡലത്തിൽ സജീവമായി പ്രചരണം ആരംഭിക്കുകയും ചെയ്ത വ്യക്തി കൂടിയാണ് ശശി തരൂർ. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷമായി തിരുവനന്തപുരത്തെ പ്രദാനം ചെയ്യുന്ന MP കൂടിയാണ് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന തീരദേശ മേഖല കൂടിയാണ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകളിലെ കാഠിന്യം ഈ വലിയ തോതിൽ ഒരു രാഷ്ട്രീയ വിഷയമായി മാറാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. തീരദേശ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു എന്ന് അവകാശവാദം ഉന്നയിക്കുമ്പോഴും മത്സ്യമേഖലയിലെ അടിസ്ഥാനപരമായി ദിനംപ്രതി, അതായത് സ്വന്തം ഈ ഘട്ടത്തിൽ ഇടപെടുകയാണ് സ്വതന്ത്ര മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാവ് ചാൾസ് ജോർജ്. ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നമ്മോടൊപ്പം ഉണ്ട്. ചാൾസ് ജോർജ്, വളരെ രൂക്ഷമായി നിലയിൽ, അതായത് മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി അവഹേളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രതികരണമാണ് ശശി തരൂരിന്റെ പോസ്റ്റിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതായത് നാം ഏവർക്കും അറിയാം, ഈ പറഞ്ഞ പ്രളയ കെടുതി നേരിടുമ്പോൾ ആദ്യം തലസ്ഥാനത്ത് നിന്നുള്ള മത്സ്യത്തൊഴിലാളികളാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് മുൻകൈ എടുത്തുകൊണ്ട് സ്വയമേവ രംഗത്തെത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. ആ തലസ്ഥാന ജില്ലയിൽ, തിരുവനന്തപുരം ജില്ലയിൽ തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശശി തരൂരാണ് ഇത്തരത്തിൽ മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ചിരിക്കുന്നത്. എന്താണ് ഈ ഘട്ടത്തിലുള്ള പ്രതികരണം? സിനിമയിലൊക്കെ നമ്മളത് കണ്ടിട്ടുണ്ട്. ഈ തൊഴിലാളികളുടെ കുട്ടിയെ എടുത്ത് ഉമ്മ വെക്കും, അത് കഴിഞ്ഞ് സോപ്പിട്ട് മുഖം കഴിയണ ഏതോ ഒരു സിനിമ കണ്ട. മത്സ്യത്തിലുള്ള വോട്ട് മാത്രം മതിയാ.
അവർ നോട്ട് കൊണ്ട് മാലയിട്ട് എന്തായിരിക്കും, പിന്നെ ആ ഷർട്ടും കഴുകും, പിന്നെ പോയിട്ട് ശുദ്ധികലശം നടത്തിയിട്ടായിരിക്കും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പോണത്. ഇതൊക്കെ കേരളത്തിന്റെ ഒരു അഭിമാനമായിട്ടാണ് നമ്മളൊക്കെ ശശി തരൂരിനെ കണ്ടിട്ടുള്ളത്. കേരളത്തിൽ നിന്ന് വിശ്വത്തോളം വളർന്ന്, നമുക്ക് രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസമുള്ള ആളല്ല, പക്ഷെ എങ്കിൽ പോലും കേരളത്തിൽ നിന്ന് വിശ്വത്തോളം വളർന്നു എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു വിശ്വ പൗരൻ. അദ്ദേഹത്തിന് ഒരുപാട് അപകർഷങ്ങളും വ്യതിയാനങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ പോലും കേരളീയ സമൂഹം കേരളത്തിന്റെ ഒരു പൊതു ഓസ്യത്വം ഞാൻ തുറന്നു പറയാൻ എന്ന നിലയിൽ കണ്ട ഒരാളാണ്. മാത്രമല്ല ഹിന്ദുത്വ ഫാസിസത്തിനെതിരെ സമീപകാലത്ത് ഇറങ്ങിയിട്ടുള്ള ഏറ്റവും ശക്തമായും അദ്ദേഹം ഹിന്ദുത്വ പാർട്ടിയിൽ ചേരുമെന്ന് BJP ചേരുമെന്ന് ഒരു 3-4 വർഷം വലിയ ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിനെതിരെ ബ്ലാക്ക് മെയിലിംഗ് ഒക്കെ അവർ നടത്തുന്ന ഒരു സാഹചര്യത്തിൽ. പക്ഷെ അത് അത്ര ശക്തമായ ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും അദ്ദേഹത്തിന് അത്ര ഒരു സവർണ മനസ്സ്, ഒരു ഹിന്ദുത്വ മനസ്സ് ഉണ്ട് എന്നത് ഒരു ജനാധിപത്യവാദിക്ക്, ഒരു കോൺഗ്രസ്സുകാരനെ അംഗീകരിക്കാൻ പറ്റില്ല. കേരളത്തിൽ അദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധി പ്രചരണം ആരംഭിച്ചത് തന്നെ കടപ്പുറത്തിലല്ലേ, നാട്ടികയിൽ നിന്നല്ലേ. കോഴിക്കോടും നാട്ടികയിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പ്രചരണം ആരംഭിച്ചത്. അപ്പൊ ആ ഒരു സമൂഹത്തെ മൊത്തത്തിൽ അവമാനിക്കുന്നത് അംഗീകരിക്കാനാവില്ല. ഈ വിഭാഗത്തെ മണം കൊണ്ടാണല്ലോ ദൂരത പരിവർത്തയേത് എന്ന് പറയുന്ന ശൂദ്രമക്ഷര സംയുക്തം ദൂരത പരിവർത്തയേത് എന്ന നിലപാട് പോലെ തന്നെ ഇവര് മണമുള്ളവരാണെങ്കിൽ ആയിട്ട് നിർത്തപ്പെടുകയാണ്. അതിന് ഓക്കാനം വരുന്ന പറഞ്ഞാൽ പിന്നെ അവർ ജനങ്ങളുടെ പ്രവർത്തിക്കേണ്ടവരല്ല. അവര് പുസ്തകക്കാരെ പ്രവർത്തിക്കട്ടെ, ഇന്റർനാഷണൽ വേദിയിൽ പോയി തിളങ്ങട്ടെ. ജനങ്ങളോടൊപ്പം നടക്കുന്ന ഒരാൾക്ക് അത് പറയാതിരിക്കാനുള്ള ഔചിത്യ ബോധമെങ്കിലും വേണ്ടേ? ഇത് തെരഞ്ഞെടുപ്പാണെന്നുള്ളൊരു ബോധമെങ്കിലും വേണ്ടേ? അത് അദ്ദേഹത്തിന്റെ ഉപബോധ മനസ്സിലോ ഉള്ളറയില് എവിടെയോ കിടക്കുന്ന ഒരു സംഭവം തേറ്റി പുറത്തു വന്നിരിക്കുകയാണ്. അത് നമ്മുടെ കേരളത്തിൽ എന്തൊക്കെ പറഞ്ഞാലും വടക്കേ ഇന്ത്യ പോലെ അല്ലല്ലോ. ഒരു മതേതരമായ ഒരു അവബോധം നമ്മൾ സൂക്ഷിക്കുകയും അത് സാംസ്കാരികമായ ഒരു പൈതൃകമായി നമുക്ക് മൊത്തം കിട്ടുകയും ചെയ്ത ഒരു വർഗീയ ലഹള ഉണ്ടാക്കാനുള്ള എല്ലാത്തരം ശ്രമങ്ങളെയും ജനത ഒറ്റയ്ക്ക് ഒരു മതിൽ പോലെ ഉയർത്തി പരാജയപ്പെടുത്തിയ ഒരു സംസ്ഥാനത്താണ് നിൽക്കുന്നതെന്നുള്ള പ്രാഥമികം. അദ്ദേഹം കടിച്ചപ്പൊട്ടത്തെ ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വളരെ ലളിതമാണ് ഇംഗ്ലീഷില. പക്ഷെ ചില വാചകങ്ങൾ കൊണ്ടുള്ള പടക്കം പൊട്ടിക്കൽ മാത്രമാണ് ഉള്ളത്. എങ്കിൽ പോലും അങ്ങനെ എഴുതുന്ന ഒരാൾക്ക് ഈ രീതിയിൽ താഴേക്ക് പതിക്കേണ്ടി വരുന്നു എന്നത് ലജ്ജാകരമാണ്. ഓരോ കോൺഗ്രസ്സുകാരനും ഓർത്ത്, പല കോൺഗ്രസ്സുകാരും മത്സരിക്കുന്നവരൊക്കെ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരെത്രയോ അസഭ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരിക്കുന്നു. അസഭ്യ വർഷങ്ങളല്ല, പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അവരിൽ നിന്നൊക്കെ ഉയർന്നു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഒരു സാർവദേശീയ പൗരൻ എന്ന് പറയുന്ന ഇത്തരം കാര്യങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് സദാചാരപരമായി നമ്മൾ ഇന്ന് വീക്ഷിക്കുന്നതിലൊക്കെ വ്യത്യസ്തമായ ഒരു ജീവിത രീതിയും വിവക്ഷകളും ഒക്കെയുള്ള മനുഷ്യരാണ്. അതൊക്കെ അവർക്ക് നമ്മളൊരു ആനുകൂല്യമായി കൊടുക്കുകയാണ്. പക്ഷെ അതുകൊണ്ട് അവര് ഈ സമൂഹത്തിലെ ഒരു ജനവിഭാഗത്ത്, നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ പ്രളയം കഴിഞ്ഞ ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെ വിശാലമായ ഒരു പുൽമേട്ടിൽ, ഒരു പറമ്പില് ആയിരക്കണക്കായ മത്സ്യത്തൊഴിലാളികളെയും ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും മുൻനിർത്തി മത്സ്യത്തൊഴിലാളികൾ ഈ ഘട്ടത്തിൽ ഞാൻ ഇടപെടുകയാണ്. ദയവായി തുടരുക. ഇപ്പോൾ CPIM-ന്റെ തിരുവനന്തപുരം തലസ്ഥാനത്ത് ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ആനാവൂർ നാഗപ്പൻ, അതായത് തലസ്ഥാനത്തെ നിന്നു തന്നെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്ന ഒരു MP, നിലവിലെ MP, വീണ്ടും UDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ശശി തരൂർ, അതായത് മത്സ്യത്തൊഴിലാളികളെ പൂർണ്ണമായി അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതികരണം. അദ്ദേഹത്തിന്റെ മനോഭാവം ഇത്തരത്തിലുള്ള മനോഭാവമാണെന്ന് ഇരിക്കട്ടെ, എങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പോലും അത് പരസ്യമായി പറയാൻ കൂടി അദ്ദേഹം തയ്യാറാകുന്നു. അതായത് ഈ മനോഭാവം വച്ചു പുലർത്തുന്ന ഒരു കപട രാഷ്ട്രീയക്കാരനാണ് ശശി തരൂർ എന്ന് വിലയിരുത്തേണ്ടി വരും. അതായത് പ്രളയകാലത്ത് തലസ്ഥാന ജില്ലയിൽ നിന്നാണ് മത്സ്യത്തൊഴിലാളികൾ ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങി തിരിച്ചത്. ആ തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു UDF-ന്റെ സ്ഥാനാർത്ഥി ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണം നടത്തുന്നതിനെ എങ്ങനെ വിലയിരുത്തുന്നു ആനാവൂർ നാഗപ്പൻ? ശശി തരൂർ കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മുടെ തിരുവനന്തപുരം ജില്ലയുടെ പാർലമെന്റ് മണ്ഡലത്തിന്റെ MP ആയിരുന്നിട്ടും അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുമായി മിങ്കിൾ ചെയ്യാനോ സാധാരണ ജനങ്ങളുടെ പ്രതിനിധിയാവാനോ ആവുന്നില്ല എന്നതാണ് പ്രധാനമായും ഉള്ള വിഷയം. കേരളത്തിൽ നമ്മുടെ ജില്ലയുടെ, നമ്മുടെ സംസ്ഥാനത്തെ മത്സ്യത്തൊഴിലാളികളെ ആകെ അപമാനിക്കുന്ന നിലയിലുള്ള ഒരു പ്രതികരണം ഒരിക്കലും ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പാടില്ലാത്ത പ്രതികരണമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. അദ്ദേഹം മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന വിഭാഗമാണ് ഇന്ന് വിശേഷിച്ച് മത്സ്യത്തൊഴിലാളികൾ. കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയക്കെടുതിയിൽ ജനങ്ങളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം കുടുംബത്തെയും സ്വന്തം ജീവിതത്തെയും തന്നെ ജീവനെയും തന്നെ തുറവിൽ ഗണിച്ചുകൊണ്ട് ഈ നാടിനു വേണ്ടി വലിയ സേവനം ചെയ്ത വിഭാഗമാണ് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ.
ആ മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്ന നിലയിൽ തനിക്ക് മത്സ്യത്തൊഴിലാളികള് ആ ഗന്ധം കണ്ടാൽ, ആ മണം കേട്ടാൽ ഓക്കാനം വരും എന്ന നിലയിലേക്ക് അദ്ദേഹം ട്വിറ്റർ ചെയ്തു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമാണ്. ഒരിക്കലും ഒരു ജനപ്രതിനിധി ചെയ്യാൻ പാടില്ലാത്തതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് തിരുവനന്തപുരം മണ്ഡലത്തോട് യാതൊരു നീതിയും കാണിക്കാത്തൊരു MP ആണ് അദ്ദേഹം എന്ന കാര്യത്തിൽ തർക്കമില്ല. അദ്ദേഹത്തിന് തിരുവനന്തപുരത്തെ കർഷക തൊഴിലാളികളും കൃഷിക്കാരും ഇടത്തരക്കാരും മത്സ്യത്തൊഴിലാളികളുമായ പാവപ്പെട്ടവന്റെ ജനപ്രതിനിധിയാകാനാവുന്നില്ല, അവരുമായി ഇടപഴകാനാവുന്നില്ല, അവരുമായി മിങ്കിൾ ചെയ്യാൻ അദ്ദേഹത്തിനാവുന്നില്ല. അദ്ദേഹത്തിന് ജനങ്ങളുമായുള്ള സമ്പർക്കം തന്നെ ഒരു വല്ലാത്ത അവസ്ഥ അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥയിലാണ് എത്തുക. ജനങ്ങളുമായി ഇടപഴകാൻ കഴിയാത്ത ഒരു MP ആയി, ഒരു അപ്പർ ക്ലാസ് ആളുകളുടെ പ്രതിനിധിയായി മാത്രം അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം നാട് കണ്ടവനാണ്, ലോകത്തെല്ലായിടത്തും പോയിട്ടുള്ള ആളുകളാണ്, ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ 10 വർഷക്കാലം തിരുവനന്തപുരം നഗരത്തിന്റെ, തിരുവനന്തപുരം ജില്ലയുടെ MP എന്ന നിലയിൽ സമ്പൂർണമായി പരാജയപ്പെട്ട ഒരു MP ആണ് അദ്ദേഹം. അതിന്റെയൊക്കെ പ്രതിഫലനമാണ് അദ്ദേഹം കാണിക്കുക. അദ്ദേഹത്തിന് വലിയ അസഹിഷ്ണുതയാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികളെ അടുത്തെത്തുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ കഴിയുന്നില്ല, അദ്ദേഹത്തിന് അവരുടെ ഗന്ധം പിടിക്കുന്നില്ല, അദ്ദേഹത്തിന് അവരുടെ വേഷം പിടിക്കുന്നില്ല. കാപട്യപൂർണമായ നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുക. അവരുടെ വോട്ട് വേണം, പക്ഷെ അവരെ അടുക്കാൻ അദ്ദേഹത്തിനാവുന്നില്ല. ശശി തരൂർ ഒരു കാപട്യമുള്ള ആളാണ്, കാപട്യപൂർണമായി പെരുമാറുന്ന ഒരാളാണ് എന്ന് ഒരിക്കൽ കൂടെ ആവർത്തിച്ച് തെളിയിക്കുന്ന സംഭവമാണ് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നടന്നത്. ശ്രീ ആനാവൂർ പ്രതിഷേധം ഉയർന്നു വരേണ്ടതാണ്. ശ്രീ ആനാവൂർ നാഗപ്പൻ, ഈ ഘട്ടത്തിൽ ശ്രദ്ധേയമായ കാര്യം, അതായത് പകലന്തിയോളം ഈ പറയുന്ന കടലിനോട് മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികൾ, ഏറ്റവും വരുന്ന അധസ്ഥിത താഴേക്കടയിലുള്ള വർഗം, അവരെ കാണുമ്പോൾ അവരുടെ മണം അറപ്പുളവാക്കുന്നതാണ് എന്ന് ഒരു തിരഞ്ഞെടുക്കപ്പെട്ട ഒരു MP പറയുക, എന്നിട്ട് അവരുടെ വോട്ട് ചോദിക്കാൻ വേണ്ടി കയറി ഇറങ്ങുക. ഈ രണ്ട് തരത്തിലുള്ള മനോഭാവം, വിശ്വപൗരനാണ്, ലോക പൗരനാണെന്നൊക്കെയാണല്ലോ UDF, പ്രത്യേകിച്ച് കോൺഗ്രസ് അദ്ദേഹത്തെക്കുറിച്ച് വിവരിക്കുന്നത്. അത്തരത്തിലൊരാള് തന്നെയാണ് ഈ മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ, അതായത് പോകുമ്പോൾ അവരുടെ മണം അറപ്പുളവാക്കുന്നതാണ്, അതായത് ഓർക്കാനം വരുന്നതാണ്, ഓക്കാനിക്കാൻ തോന്നുന്നതാണ് എന്ന തരത്തിലേക്ക് വളരെ രൂക്ഷമായി അധിക്ഷേപിക്കുന്നത്. ഇങ്ങനെ ഉള്ള ഒരു കപട രാഷ്ട്രീയക്കാരൻ, അതായത് കോൺഗ്രസിന്റെ പാർലമെന്റിലെ സ്ഥാനാർത്ഥി കൂടിയാണ്, എങ്ങനെയാണ് ഈ കാര്യത്തിൽ ഈ ശശി തരൂരിനെ പോലെ ഒരാളിനെ ജനങ്ങൾ വിലയിരുത്തുക? ഈ ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ ഘട്ടത്തിൽ പ്രതികരിക്കുക? നിങ്ങൾ നോക്കണം, വിശ്വപൗരനെന്ന് അദ്ദേഹത്തെ കോൺഗ്രസുകാർ അവകാശപ്പെടുന്നതിന്റെ ന്യായം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അദ്ദേഹം ഐക്യരാഷ്ട്രസഭയുടെ ഉദ്യോഗസ്ഥനായിരുന്നു എന്നത് ശരിയാണ്. 100 കണക്കിന് ഉദ്യോഗസ്ഥന്മാർ ഐക്യരാഷ്ട്രസഭയിലുണ്ട്. അവരെ ആരെയും തന്നെ വിശ്വപൗരന്മാരായി ആരും പരിഗണിക്കാറില്ല. തിരുവനന്തപുരത്തെ ഒരു വിശ്വപൗരൻ മത്സരിച്ചിരുന്നു, അത് VK കൃഷ്ണമേനോനായിരുന്നു. ഈ നാടിനു വേണ്ടി വമ്പിച്ച തോതിലുള്ള പ്രക്ഷോഭത്തിലും പോരാട്ടങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിലും പങ്കെടുത്ത ചരിത്രമുള്ള പൈതൃകമുള്ള VK കൃഷ്ണമേനോൻ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തിയപ്പോ വിശ്വപൗരൻ തിരുവനന്തപുരത്ത് എത്തിയിരിക്കുന്നതെന്ന് സ്നേഹവായ്പോടെ ജനങ്ങൾ അഭിപ്രായപ്പെടുകയുണ്ടായി. അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് വിജയിപ്പിക്കുകയും ചെയ്യുകയുണ്ടായി. പക്ഷെ ശശി തരൂർ എന്ന് പറയുന്ന ആൾക്ക് എന്ത് വിശ്വപൗരനാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. മാത്രമല്ല, ശശി തരൂർ നിങ്ങൾ നോക്കൂ, ഇദ്ദേഹം കാപട്യപൂർണമായ ഒരാളാണ്, കപടമാണ് ഇദ്ദേഹം നടത്തുന്നത് എന്നതിന്റെ നിരവധി തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഓഖി ദുരന്തമുണ്ടായി നമ്മുടെ നാട്ടിൽ. ഈ നാടുകളുടെ ഏറ്റവും വലിയ ദുരന്തമായിരുന്നു ഓർക്കാപ്പുറത്ത് ഓഖി ദുരന്തമുണ്ടായത്. ആ ഓഖി ദുരന്തത്തിന്റെ ഫലമായി ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ചത് ഈ തിരുവനന്തപുരത്ത് പാർലമെന്റ് മണ്ഡലം, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിന്റെ പരിധിക്കകത്താണ്. വിഴിഞ്ഞത്തും പൂന്തുറയിലും അതുപോലെ തന്നെ കരിക്കുളത്തുമെല്ലാം നൂറോളം ആളുകളാണ് ഈ പ്രദേശത്ത് മരിച്ചത്. അദ്ദേഹം എവിടെയായിരുന്നു ആ ഘട്ടത്തിൽ? 8-ാം ദിവസമാണ് അദ്ദേഹം സ്ഥലത്തെത്തിയത്. അദ്ദേഹം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നില്ല, അദ്ദേഹം വേറെ എവിടെയൊക്കെ വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹം ഈ ഓഖി ദുരന്തമുണ്ടായ പ്രദേശങ്ങൾ സന്ദർശിച്ചിട്ട് അവിടുത്തെ പാവപ്പെട്ടവരെ സഹായിക്കാൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? കേരളത്തിലെ ഗവൺമെന്റ് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും നല്ല പാക്കേജാണ് ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കാൻ വേണ്ടി നൽകിയത്. 22 ലക്ഷം രൂപ വീതം കാണാതായവർക്കും അതുപോലെ മരിച്ചവരുടെയും കുടുംബത്തിന് നൽകിയെന്ന് മാത്രമല്ല, വള്ളം നഷ്ടപ്പെട്ടവർക്ക് വള്ളം കൊടുത്തു, വല നഷ്ടപ്പെട്ടവർക്ക് വല കൊടുത്തു, വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് കൊടുക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, ഭാവിയിൽ ദുരന്തം വരാതിരിക്കാൻ വേണ്ടി മത്സ്യത്തൊഴിലാളികളെ പോലീസായി ദുരന്ത നിവാരണ മേഖലയിൽ നിയമിക്കാൻ തീരുമാനിച്ചു. അതുമാത്രമല്ല, 2033 വരെ നമ്മുടെ സംസ്ഥാനത്ത് മരിച്ചുപോയ ഓഖി ദുരന്തത്തിൽ കാണാതായ മരിച്ചുപോയ തൊഴിലാളികളുടെ മക്കൾക്ക്, മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് 2033 വരെ സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. കേരളത്തിനോ പുറത്തോ
എവിടെ പഠിക്കാൻ പോയാലും എല്ലാ സമ്പൂർണമായ ചെലവുകളും സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്താണ് നടപ്പാക്കിയത്. അങ്ങനെ കേരളം കണ്ട ഏറ്റവും നല്ല പാക്കേജ് വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നോക്കൂ, നിങ്ങൾ കേരളത്തിലെ ഈ പ്രദേശത്തിന്റെ പ്രതിനിധിയായ ബഹുമാനിയായ ഈ ശശി തരൂർ എന്താണ് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾക്ക് വേണ്ടി ചെയ്തത്? മരിച്ചുപോയവരുടെ വീട്ടിൽ പോയി ചെന്ന് ഫോട്ടോ എടുത്ത് പോയത് ഒഴിച്ചാൽ അവിടെ പഠിക്കാൻ പോയ മക്കൾക്ക് ഒരു ഫൗണ്ടൻ പേര വാങ്ങിക്കൊടുത്തതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒന്നും ചെയ്തിട്ടില്ല അദ്ദേഹം. അദ്ദേഹത്തിന് MP എന്ന നിലയിൽ ആ പ്രദേശത്ത് ഒരു നീതിയും കാണിക്കാത്ത MP ആയിരുന്നു അദ്ദേഹം. മത്സ്യത്തൊഴിലാളികളോട് അദ്ദേഹത്തിന് പുച്ഛാണ്, അദ്ദേഹത്തിന് കർഷക തൊഴിലാളികളെ പുച്ഛാണ്, സാധാരണ മനുഷ്യരെ പുച്ഛാണ്. നമ്മുടെ നാട് കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, ഈ തിരുവനന്തപുരത്ത് വെള്ളപ്പൊക്കത്തിന്റെ കാലഘട്ടത്തിൽ ഏതാണ്ട് 1000-ലേറെ വരുന്ന കുടുംബങ്ങൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ തന്നെയുള്ള കുടുംബങ്ങൾ സർക്കാർ നിർമ്മിച്ച ക്യാമ്പിലേക്ക് മാറേണ്ടി വന്നല്ലോ, വീടും എല്ലാം വിട്ട്. എവിടെയായിരുന്നു നമ്മുടെ MP? ഈ പാവപ്പെട്ട മനുഷ്യൻ അവരുടെ വീട് വിട്ടു പോകേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടായപ്പോ അവർ വോട്ട് ചെയ്യിപ്പിച്ച ബഹുമാനപ്പെട്ട MP വിദേശ പര്യടനത്തിലായിരുന്നു. അദ്ദേഹത്തിന് ഇവിടെ നിൽക്കാൻ സമയമില്ല, ഇവരോട് കാര്യങ്ങൾ മനസ്സിലാക്കാനോ അവരെ സമാശ്വസിപ്പിക്കാനോ എന്തെങ്കിലും ഇടപെടൽ നടത്താനോ അദ്ദേഹത്തിന് യാതൊരു താല്പര്യവുമില്ല. തിരുവനന്തപുരം മണ്ഡലത്തിലെ സാധാരണ ജനങ്ങളോട് നീതി കാണിക്കാത്ത, കാപട്യം മാത്രം കാണിക്കുന്ന ഒരു MP ആണ് അദ്ദേഹം. അദ്ദേഹം ആദ്യ റൂട്ടിൽ മത്സരിക്കാനെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ബാസിലോണിയാക്കുമെന്നാണ് തിരുവനന്തപുരത്ത് നഗരത്തെ. ആ ബാസിലോണി അവിടെ പോയെന്ന് ഇപ്പൊ ശശി തരൂരിനും അറിയില്ല, നാട്ടുകാർക്കും അറിയില്ല. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം ഇവിടെ വന്ന് പറഞ്ഞത്, ഞാൻ ജയിച്ചോട്ടെ 3 മാസത്തിനകത്ത് തിരുവനന്തപുരത്ത് ഹൈക്കോടതി ബെഞ്ച് വരുമെന്നാണ്. എവിടെയാണ് ഹൈക്കോടതി ബെഞ്ചെന്ന് ഇപ്പോഴും ശശി തരൂരിന്റെ യാതൊരു വിവരവുമില്ല. ശശി തരൂർ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. ശശി തരൂർ അപ്പൊ തന്നെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു. എന്ത് പ്രവർത്തനമാണ്, എന്താണ് നമ്മുടെ നാട്ടിലൂടെ അദ്ദേഹം ചെയ്തത്? ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിനായിട്ടില്ല. നോക്കൂ, തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജ് 717 കോടി രൂപ സംസ്ഥാന ഗവൺമെന്റ് നൽകിക്കൊണ്ട് ഏറ്റവും നല്ല പാക്കേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിന് വേണ്ടി കൊടുത്തത്. MP ആണല്ലോ 10 വർഷക്കാലം. എന്ത് ചെയ്തു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വേണ്ടി അദ്ദേഹം? അടുത്ത കാലത്ത് ഇവിടെ കൊണ്ടുപോയി 4 വെന്റിലേറ്റർ കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം. 10 കൊല്ലക്കാലത്തെ അദ്ദേഹത്തിന്റെ സേവനാണ് 4 വെന്റിലേറ്റർ. അപ്പൊ നമ്മുടെ ജില്ലയോട് ഒന്നും നീതി കാണിക്കാൻ തയ്യാറാവാത്തതാണ്. വിമാനത്താവളം അദാനിക്ക് വിറ്റപ്പോ ആ വിറ്റതിനെ സപ്പോർട്ട് ചെയ്തയാൾ അതാണ് അദ്ദേഹം. മോദിയും അദ്ദേഹവും ഒരേപോലെയായി ചിന്തിക്കുക. വിമാനത്താവളം വിൽക്കാൻ അദ്ദേഹം പരിപൂർണമായി കൂട്ടുനിൽക്കുകയാണ് ചെയ്തത്. വിറ്റ മോദിയും കൂട്ടുനിന്ന ശശി തരൂരും ഒരുപോലെ തന്നെ ഈ നാട്ടിലെ വഞ്ചിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എല്ലാ നിബന്ധനകളും കാറ്റിൽ പ്രവർത്തിക്കൊണ്ടാണ്, വ്യവസ്ഥകളും കാറ്റിൽ പ്രവർത്തിക്കൊണ്ടാണ് അദാനിക്ക് വേണ്ടി ഈ വിമാനത്താവളം തീറാധാരം എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. ഈ നിലയിൽ നമ്മുടെ ജില്ലയിലെ, നമ്മുടെ മണ്ഡലത്തെ, തിരുവനന്തപുരത്ത് തലസ്ഥാന മണ്ഡലത്തെ വഞ്ചിച്ച ആളാണ്, ഒരു നീതിയും കാണിക്കാത്ത ആളാണ്. അദ്ദേഹത്തിന്റെ കാപട്യപൂർണമായ അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഈ ട്വിറ്ററിലൂടെ കുറെ പുറത്തു വന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ വസ്തുത. അങ്ങേയറ്റം പ്രതിഷേധകർക്കാണ്. നാഗപ്പൻ, ഈ ഘട്ടത്തിൽ ഒരു ശ്രദ്ധേയമായ കാര്യം കൂടിയുണ്ട്. അതായത് ഓഖി ദുരന്തം നടന്നപ്പോൾ കേരളത്തിലെ പ്രത്യേകിച്ച് തലസ്ഥാനത്തെ തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളെ സർക്കാരിനെതിരെ തിരിച്ചുവിടാനുള്ള ബോധപൂർവമായ ശ്രമം തലസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയിരുന്നു. അതിന്റെ അനുഭവം നമുക്കുള്ളതാണ്. അതേ കോൺഗ്രസിലെ മുതിർന്ന നേതാവ് തന്നെ ശശി തരൂർ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികളെ പരസ്യമായി അവഹേളിച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് മത്സ്യത്തൊഴിലാളികളോടുള്ള യഥാർത്ഥ നിലപാട് എന്തെന്ന് കൂടി വ്യക്തമായിരിക്കുന്നു. ഈ ഘട്ടത്തിൽ അതുകൂടി നാം മനസ്സിലാക്കേണ്ടതല്ലേ ശ്രീ ആനാവൂർ നാഗപ്പൻ? അതെ, ശശി ഇവിടെ ഈ ഓഖി ദുരന്തമുണ്ടായ സന്ദർഭത്തിൽ ഇവിടെ കോൺഗ്രസുകാര് വളരെ ബോധപൂർവമായി സർക്കാരിനെതിരായി, സംസ്ഥാന സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ഹീനമായ പ്രചാരവേല ചില മാധ്യമങ്ങളെ കൂടെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുകയുണ്ടായി. സംസ്ഥാന ഗവൺമെന്റിന്റെ വിവരം കിട്ടിയിട്ട് പുറത്തു കൊടുത്തില്ല, സമയത്തിനാക്കിയതില്ല. അതിന്റെ ഫലമായിട്ടാണ് നൂറുകണക്കിന് ആളുകൾക്ക് മരിക്കേണ്ടി വന്നത് എന്ന ഏറ്റവും മ്ലേച്ഛമായ ആരോപണമായിരുന്നു അവർ നടത്തിയത്. വസ്തുതകളുടെ യാതൊരു പിൻബലവുമില്ലാത്ത ആക്ഷേപമായിരുന്നു എന്ന് പിൽക്കാലത്ത് ബോധ്യമായി. കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് വിവരം നൽകിയ 2 മിനിറ്റിനകത്ത് എല്ലായിടത്തും വിവരങ്ങൾ കൊടുത്തുവെന്നും കേന്ദ്രത്തിന്റെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ഈ കാര്യങ്ങൾ പൂർണ്ണമായി മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു പോയി, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നുമുള്ള വസ്തുത കേന്ദ്ര മന്ത്രിമാർ തന്നെ പരസ്യമായി അംഗീകരിച്ചു. ഇന്ത്യൻ പാർലമെന്റിനകത്ത് ബഹുമാനപ്പെട്ട അന്നത്തെ മന്ത്രി പറഞ്ഞു, ഇവിടെ നമ്മുടെ പ്രതിരോധ മന്ത്രി വിഴിഞ്ഞത്ത് വന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചു, നമ്മുടെ ശാസ്ത്രത്തിന് വേണ്ടത്ര എത്താൻ കഴിഞ്ഞില്ല, കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല എന്ന കാര്യം സമയത്ത് അറിയിക്കാൻ കഴിഞ്ഞില്ല, സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവാദിയല്ല എന്ന് കേന്ദ്ര മന്ത്രിമാരടക്കം പറഞ്ഞിട്ടും ആവർത്തിച്ച് സംസ്ഥാന ഗവൺമെന്റിനെതിരായ ആക്ഷേപം ഉന്നയിക്കാൻ വേണ്ടിയാണ്
കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവിടുത്തെ സ്ഥലം വിഴിഞ്ഞത്ത് കോവളത്തെ MLA-യും അതുപോലെ തന്നെ ഈ ശശി തരൂരും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരും അതുപോലെ കോൺഗ്രസിന് വേണ്ടി കൊയിലൂത്ത് നടത്തുന്ന ചില മാധ്യമങ്ങളും ആവർത്തിച്ച് നടത്തിയത്. ചില മാധ്യമങ്ങൾ കലാപത്തിനടക്കം ചില മാധ്യമ പ്രവർത്തകർ ആഹ്വാനം ചെയ്ത കാഴ്ച നമ്മളത് കണ്ടു. സെക്രട്ടേറിയറ്റ് അകത്തേക്ക് തള്ളിക്കയറുക, അവിടെ സുരക്ഷിത താവളമാണെന്ന് ആരും കരുതുന്ന എന്നെല്ലാം പറയുന്ന നിലയിലേക്ക് മാധ്യമങ്ങൾ ഉറച്ചു തുള്ളുന്നത് നമ്മൾ ആ സാഹചര്യത്തിൽ കാണുകയുണ്ടായി. വസ്തുതാപരമായി ഗവൺമെന്റ് ആദ്യത്തിന്റെ സംസ്ഥാന ഗവൺമെന്റ് ആദ്യം മുഴുവനെ മത്സ്യത്തൊഴിലാളികൾക്ക് വസ്തുത എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയും മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് തങ്ങൾ ഈ മരിച്ചുപോയ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളോടൊപ്പമാണ് തങ്ങൾ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ആ പ്രഖ്യാപനം ആത്മാർത്ഥതയുള്ളതായിരുന്നു. ഓഖി ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള പാക്കേജ് എടുത്ത് പരിശോധിച്ചാൽ നിലവിൽ നഷ്ടം വന്ന ആളുകൾക്ക് സഹായിക്കുക എന്നത് മാത്രമല്ല, ഭാവിയിൽ ഇത്തരം സംഭവവികാസങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ള ശാസ്ത്രീയമായ മുൻകരുതൽ നടപടികളടക്കം ഈ കാലഘട്ടത്തിൽ എടുത്തു എന്നത് നമ്മുടെ മുമ്പിലുള്ള വസ്തുതയാണ്. ഉൾക്കടലിൽ കിടക്കുന്ന തൊഴിലാളിക്ക്, മത്സ്യബന്ധനത്തിന് പോകുന്ന തൊഴിലാളികൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അതിന്റെ വിവരം അപ്പോൾ തന്നെ കാലാവസ്ഥാ വ്യതിയാനമൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പോൾ തന്നെ വിവരം എത്തിക്കാൻ ISRO-വുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിപുലമായ സംവിധാനം ഇതിനകം തന്നെ രൂപപ്പെടുത്തി നടപ്പാക്കി കഴിഞ്ഞിരുന്നു എന്നത്. നന്ദി ശ്രീ ആനാവൂർ നാഗപ്പൻ ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. CPM-ന്റെ തലസ്ഥാനത്തെ ജില്ലാ സെക്രട്ടറി ശ്രീ ആനാവൂർ നാഗപ്പനാണ് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. വാർത്തകളിലേക്ക് വീണ്ടും തിരിച്ചു വരാം. തരൂരിന്റെ ട്വീറ്റിനെതിരെ കൊച്ചിയിലും വ്യാപകമായ പ്രതിഷേധം. തോപ്പുംപടി ബീച്ച് റോഡ് ജംഗ്ഷനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ശ്രീ ചാൾസ് ജോർജ്, അങ്ങയോടാണ് ചോദ്യം. അതായത് ഇപ്പോൾ വ്യാപകമായ പ്രതിഷേധം സ്വാഭാവികമായി ഉയർന്നു വരുന്ന പ്രതിഷേധമാണ്. മത്സ്യത്തൊഴിലാളികളെ പകലന്തിയോളം കടലിൽ മല്ലിടുന്ന മത്സ്യത്തൊഴിലാളികൾ, ഈ മത്സ്യത്തൊഴിലാളികളെയാണ് ശശി തരൂർ തലസ്ഥാനത്ത് തന്നെയുള്ള ഒരു MP പരസ്യമായി അവഹേളിച്ചിരിക്കുന്നത്. അവഹേളിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനോഭാവം അദ്ദേഹം ട്വീറ്റ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ഈ ഘട്ടത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നു വരുന്നത്. എന്താണ് ഈ ഘട്ടത്തിൽ വിശദീകരിക്കാനുള്ളത്? സാമ്പത്തികക്കാരാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിലപാടാണ് പറഞ്ഞിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ മീനാറ്റം ഇതില് അത് ഒരു സംസ്കൃത ചിത്തനായ ഒരു വ്യക്തിക്ക് ചേർന്നതല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനം ഒട്ടും ചേർന്നതല്ല. അതൊരു രാഷ്ട്രീയ സെൻസില്ല, രാഷ്ട്രീയമായ കോമൺ സെൻസും ഇല്ല, പൊളിറ്റിക്കൽ സെൻസും ഇല്ല, സെൻസിബിലിറ്റി ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ അതിന്റെ പ്രശ്നമുണ്ട്. ഇവിടെ വരുന്നൊരു പ്രശ്നം, ഒരു MP എന്ന നിലയിൽ ഇത്തരം വിഷയങ്ങളോട് എന്ത് സമീപനം സ്വീകരിക്കും? അദ്ദേഹത്തിന് ഈ ഒരു വിഷയം നേരത്തെ ഉണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഒരു MP എന്ന തലസ്ഥാനത്താണ് കേരളത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റുള്ളത്, എടപ്പഴഞ്ഞി. അവിടെ തന്നെ മത്സ്യത്തൊഴിലാളികൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു വിമാനം വെക്കുന്നു. അതിനെ മോഡേണൈസ് ചെയ്യേണ്ട. അദ്ദേഹം സ്കാൻഡിനേവിയയിൽ പോകുന്ന ആളാണ്, ഉഗാണ്ടയിൽ പോകുന്നതാണ്, ഫിലാഡൽഫിയയിൽ പോകുന്നതാണ്. അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് കേരളത്തിനകത്ത് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഹൈജീനിക്കായി നമ്മുടെ മാർക്കറ്റിൽ മാറ്റണം. അതുകൊണ്ട് അതിന്റെ മണമൊക്കെ വളരെ പ്രധാനമാണ്. അതൊക്കെ മാറ്റേണ്ടതാണ് എന്ന് പറയുകയാണ് മര്യാദയൊക്കെ ചെയ്യേണ്ടത്. അദ്ദേഹത്തിന് മര്യാദയൊക്കെ അറിയാം, പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അദ്ദേഹം അങ്ങനെയാണ് പരിശീലിച്ചു പോന്നിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശീലങ്ങൾ അങ്ങനെയാണ്. അപ്പൊ അത് ഒന്നും മായ്ച്ചാലൊന്നും പോകുള്ളൂ മോശപ്പെട്ട ഭാഷ നമ്മൾ പറയില്ലേ, അതും ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് മാത്രമല്ല, ഇപ്പോൾ ഉണ്ടായിട്ട് 2 പ്രശ്നങ്ങളുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ പാർലമെന്ററി വാസക്കാലത്താണ് 2 പ്രധാന കാര്യങ്ങൾ കേരളത്തിൽ ഇന്ത്യയിൽ നടന്നു. ഒന്ന്, ചാൾസ് ജോർജ് തുടരുക. വീണ്ടും മടങ്ങിയെത്താം. തരൂരിന്റെ ട്വീറ്റിനെതിരെ കൊച്ചിയിലും പ്രതിഷേധം. തോപ്പുംപടി ബീച്ച് റോഡ് ജംഗ്ഷനിൽ മത്സ്യത്തൊഴിലാളികൾ പ്രതിഷേധിച്ചു. സിബി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് എല്ലാ തീരദേശ മേഖലയിലും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന മധ്യകരത്തിലെ, പ്രത്യേകിച്ച് കൊച്ചിയിലെ തോപ്പുംപടി ഫോർട്ട് കൊച്ചി പോകുന്ന വഴിയിലുള്ള ബീച്ച് റോഡിലെ സൗദി കടപ്പുറത്താണ്. ഇവിടെ തീരദേശ മേഖലയിലുള്ള ആളുകളാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഏതായാലും ഈ ഒരു വലിയ പ്രതിഷേധമാണ് ഉള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാം, പ്രളയമുണ്ടായ സമയത്തെല്ലാം തന്നെയും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ, പ്രത്യേകിച്ച് ആലുവ, പറവൂർ ഭാഗങ്ങളെല്ലാം തന്നെയും വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത മത്സ്യത്തൊഴിലാളികളാണ് എനിക്ക് ചുറ്റുമുള്ളത്. ഇവരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിന്റെ സൈനികർ എന്നാണ് വിളിച്ചത്. എന്നാൽ ഇപ്പോൾ ശശി തരൂർ പറയുന്നു, ഈ മത്സ്യത്തിന്റെ ഗന്ധം കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഈ മത്സ്യത്തൊഴിലാളി അടുത്ത് വരുമ്പോൾ ഓക്കാനം വരുന്നു എന്നാണ്. എങ്ങനെയാണ് നിങ്ങൾ പ്രതികരിക്കുന്നത്? വളരെ തരം താന്ന ഒരു വാക്കുകളാണ് അദ്ദേഹം ഉപയോഗിച്ചത്. വളരെ പ്രഗത്ഭരായിട്ടുള്ള
ഒരു ജനവിഭാഗമാണ്. അന്തസ്സോടും ആഭിജാത്യത്തോടും കൂടി കടലിനോട് മല്ലിട്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി ജീവിക്കുന്ന ഒരു ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അതുമാത്രമല്ല, കോടിക്കണക്കിന് രൂപ വിദേശ നാണയം നേടിത്തരുന്ന ചെമ്മീനും മത്സ്യം പിടിച്ചു കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് പിടിച്ചു കൊടുക്കുന്ന ഒരു വലിയ ജനവിഭാഗമാണ്. അന്തസ്സും ആഭിജാത്യത്തോടും കൂടി കഴിയുന്ന ഒരു വലിയ ജനവിഭാഗം. പ്രളയമുണ്ടായപ്പോൾ 10,000-കണക്കിന് ജനങ്ങളെ സ്വന്തം നെഞ്ചു കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുത്തിയപ്പോഴാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് ഇന്ത്യയുടെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിമാനമാണെന്ന് പറഞ്ഞ ഒരു ജനവിഭാഗത്തെയാണ് എനിക്ക് അവരെ കാണുമ്പോൾ ഓക്കാനിക്കുന്നു എന്ന് വന്ന് ഛർദ്ദിക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ തളം താന്ന ആ ജനവിഭാഗത്തോട് കാട്ടിയ നിന്ദ്യമായ ഭാഷയാണ്. അതുകൊണ്ട് അദ്ദേഹം പൊതുമാപ്പ് പറയണം. അതാണ് ഞങ്ങൾ പെട്ടെന്ന് തടിച്ചുകൂടിയത്. ഈ വന്നത് മുഴുവൻ മത്സ്യത്തൊഴിലാളികളും അവരുമായി ബന്ധപ്പെട്ട കുടുംബങ്ങളിലെ അംഗങ്ങളുമാണ്. ശക്തമായ പ്രതിഷേധം അവരെ അലട്ടുന്നുണ്ട്. വളരെ അവരെ മാനസികമായി തളർത്തിയ ഒരു സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ടാണ്. തീർച്ചയായും ഇതൊരു അറയ സമൂഹത്തോട് തന്നെയുള്ള ഈ ഇപ്പോൾ എം പി കൂടിയാണ് അദ്ദേഹം. കഴിഞ്ഞ 5 വർഷക്കാലമായി തിരുവനന്തപുരത്തെ പ്രതിനിധിക്കുന്ന എം പി ആയിരുന്നു. അദ്ദേഹം ഒരു അറയ സമൂഹത്തിന് ഉൾപ്പെടെ വോട്ട് വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം എം പി ആയത്. വീണ്ടും അതേ രീതി തന്നെ അത് മുന്നോട്ട് പോകുന്നു, ഇലക്ഷന് മത്സരിക്കുന്നു. ഈ ഒരു സമയത്ത് അറയ സമൂഹത്തെ പ്രത്യേകിച്ച് തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പ്രതികരണമല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായത്? ഉറപ്പായിട്ടും ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തുനിന്ന് വരാൻ പാടില്ലാത്തതാണ്. എന്നുവെച്ചാൽ സാധാരണക്കാരായ ജനങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാൻ കഴിയാത്ത എം പിമാർ നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ള തെളിവാണ് ശശി തരൂർ. മത്സ്യത്തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ വിഭാഗം ഈ സമൂഹത്തിന് നൽകിക്കൊണ്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒട്ടേറെ വിദേശ നാണയങ്ങൾ നേടിത്തരുന്നതിന് വേണ്ടി അവരുടെ ജീവിതം ശരിക്കും പറഞ്ഞാൽ ഒരു സുരക്ഷിതവുമില്ലാതെ അവരുടെ ജീവിതം വലിയ ഏത് സമയത്തും അപകടത്തിൽപ്പെടാവുന്ന ഒരു മേഖലയിലാണ് അവർ തൊഴിലെടുക്കുന്നത്. ആ മേഖലയിൽ നിന്നാണ് അവർ മത്സ്യം ഇവിടെ കൊണ്ടുവരുന്നത്. അത്തരത്തിൽ മത്സ്യത്തൊഴിലാളികൾ നടത്തി അതന്നല്ല കേരളം വലിയൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ, പ്രളയം എന്ന് പറയുന്ന ഏറ്റവും വലിയ ദുരിതം നേരിട്ടപ്പോൾ ആ പ്രളയത്ത് തൻ്റെ ജീവൻ നഷ്ടപ്പെട്ടാലും ഈ ദുരിതപ്പെടുന്നവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി തങ്ങളുടെ വഞ്ചികളെല്ലാം രംഗത്തിറക്കിക്കൊണ്ട് അവരുടെ ജീവിതം നഷ്ടപ്പെട്ടാലും ശരി എല്ലാവരും രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി വലിയ ഇടപെടൽ നടത്തിയവരാണ്. അതാണ് കേരളത്തിലെ മുഖ്യമന്ത്രി അവരെ കേരളത്തിന്റെ പട്ടാളം എന്ന് വിശേഷിപ്പിച്ച്. ഇത്തരം ധീരമായ പ്രവർത്തനങ്ങൾ കേരളത്തിനകത്ത് നടത്തുന്ന ഈ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും മോശമായ നിന്ദ്യമായ രീതിയിൽ അപമാനിക്കാൻ ശ്രമിച്ച ശശി തരൂർ പൊതുമാപ്പ് പറയണമെന്നാണ് ആവശ്യം. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പില്ല, അതായത് തീരദേശ മേഖല ഭൂരിഭാഗം പേരും ഉൾക്കൊള്ളുന്ന ഒരു മേഖലയാണ് തിരുവനന്തപുരം മേഖല. ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ മത്സ്യത്തൊഴിലാളികൾ നിരവധി പേരുണ്ട്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ശശി തരൂരിന്റെ അവിടെ ഈ തീരദേശ മേഖല എടുക്കുന്നൊരു നിലപാട് എങ്ങനെയായിരിക്കും നിങ്ങൾ? ഇത് വലിയ തിരിച്ചടിയായിരിക്കും ശശി തരൂരിന് തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിൽ ലഭിക്കാൻ പോകുന്നു. ശംഖുമുഖം അടക്കമുള്ള ഈ മത്സ്യമേഖല ആ പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെട്ടതുകൊണ്ട് തന്നെ ഈ ഒരു വാക്ക് ശശി തരൂരിൻ്റെ പരാജയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇപ്പോൾ മാറിയിരിക്കുകയാണ് എന്ന് വേണം ഇതിനെ കാണാൻ. തീർച്ചയായും ഈ ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വളരെ വലിയ രീതിയിൽ തങ്ങളുടെ ഈ സമ്മതിദാന അവകാശം വിനിയോഗിക്കുമെന്ന് തന്നെയാണ് ഇവർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും ശശി തരൂരിന്റെ ട്വീറ്റിനെതിരെ വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്താകമാനം, പ്രത്യേകിച്ച് മധ്യകേരളത്തിലും തീരദേശ മേഖലയെല്ലാം തന്നെ ഉണ്ടായിരിക്കുന്നത്. ശശി തരൂരിന്റെ പ്രതികരണത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. കൊച്ചിയിലുണ്ടായ പ്രതിഷേധത്തെ ആണ് സിബി റിപ്പോർട്ട് ചെയ്തത്. വ്യാപകമായ പ്രതിഷേധം സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നു. മത്സ്യത്തൊഴിലാളികളെ ഒന്നടങ്കം അധിക്ഷേപിച്ചതിനെതിരെ തെരഞ്ഞെടുപ്പിലും പ്രതികരണം ഉണ്ടാകുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ കൊച്ചിയിൽ പ്രതികരിച്ചത്. വിവിധ ഭാഗങ്ങളിൽ പ്രതികരണം ഉണ്ടാകുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. തിരുവനന്തപുരത്ത് ലെസ്ലി ചേരുകയാണ്. ലെസ്ലി, അതായത് ശശി തരൂരിനെ പോലെ 2 തവണ, അതായത് 10 വർഷം തുടർച്ചയായി MP ആയിരുന്ന ഒരാൾ, പ്രത്യേകിച്ച് തലസ്ഥാന ജില്ലയെ സംബന്ധിച്ചിടത്തോളം ശശി തരൂരിനെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലടക്കം സഹായിച്ചു എന്ന് വിലയിരുത്തുന്ന ഒരു ജനവിഭാഗം, ഏറ്റവും താഴേക്കടയിലുള്ള പകലന്തിയോളം കടലിൽ പണിയെടുക്കുന്ന ഈ ജനവിഭാഗത്തോട് അദ്ദേഹം എന്ത് മനോഭാവമാണ് വച്ചു പുലർത്തിയിരുന്നത് എന്നതിന്റെ തെളിവാണ്. കപട രാഷ്ട്രീയത്തിന്റെ ഒരു ഉത്തമ ഉദാഹരണമായി ശശി തരൂർ മാറുകയാണ്. വലിയ വർണ്ണനയൊക്കെയാണ് UDF നേതാക്കന്മാർ ശശി തരൂരിനെ കുറിച്ച് നടത്തിയിരുന്നത്. ആദ്യ തെരഞ്ഞെടുപ്പിലടക്കം ഈ വർണ്ണനയിൽ
തുടർന്നു പോകുന്ന ഒരു നേതാവ് കൂടിയാണ് ശശി തരൂർ. ആ ശശി തരൂർ തനിക്ക് മുന്നിലെത്തുന്ന വോട്ടർമാർ അതിൽ ഈ പറയുന്ന വിഭാഗം പണിയെടുക്കുന്ന തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ അവരുടെ മണം അറപ്പുളവാക്കുന്നതാണ്, ഓക്കാനം വരുന്നതാണ്, ഛർദ്ദിക്കാൻ തോന്നുന്നതാണ് എന്ന തരത്തിൽ പ്രതികരിക്കുന്നത് സ്വാഭാവികമായ ഒരു പ്രതികരണമാണോ? അദ്ദേഹത്തിന്റെ മനസ്സിൽ അടങ്ങിയിട്ടുള്ള ഈ വരേണ്യവർഗ സ്വഭാവത്തിന്റെ ഒരു പ്രതികരണം കൂടിയല്ലേ ലെസ്ലി ഈ പ്രതികരണം? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നിർമ്മൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശശി തരൂരിനെ അകമഴിഞ്ഞ് സഹായിച്ച ഒരു മണ്ഡലമാണ് കോവളം ഉൾപ്പെടെയുള്ള തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ. ഇവരെ നേരിട്ട് പ്രാപ്യമല്ലാത്ത ഒരു MP ആയിരുന്നിട്ട് പോലും 2ാം തവണയും അദ്ദേഹത്തിനെ കാര്യമായി കോവളം നിയോജക മണ്ഡലം ഉൾപ്പെടെയുള്ള മേഖലയിലെ മത്സ്യത്തൊഴിലാളികൾ വലിയ സഹായമാണ് ചെയ്തത്. ആ നിലയ്ക്ക് അവരോട് കടപ്പാട് കാണിക്കേണ്ട MP എന്ന നിലയിൽ തന്നെയാണ് തിരുവനന്തപുരം ശശി തരൂരിനെ നോക്കിക്കാണുന്നത്. ഈ അവസരത്തിലാണ് ശശി തരൂർ മത്സ്യത്തൊഴിലാളികളുടെ ഇടയിലേക്ക് വോട്ടപേക്ഷിച്ചുകൊണ്ട് ഇറങ്ങി ചെല്ലുകയും അവരെ കാണുമ്പോൾ അല്ലെങ്കിൽ മീമണമേറ്റാൽ മത്സ്യഗന്ധമുള്ള മത്സ്യത്തൊഴിലാളികളെ ഗന്ധം ഏറ്റാൽ അത് തനിക്ക് ഓക്കാനമുണ്ടാകുന്നത് എന്ന് പറയുകയും ചെയ്യുന്നത്. മീമണമേറ്റാൽ ഓക്കാനിക്കുന്ന തരത്തിലുള്ള വെജിറ്റേറിയൻ ബോധമാണ്, ഒരു സവർണ ബോധമാണ് തനിക്കുള്ളത് എന്ന് അദ്ദേഹം വ്യക്തമായി പറയുമ്പോൾ സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത ഒരു സവർണ മേധാവിത്വത്തിന്റെ കൂടെ നിൽക്കുന്ന വ്യക്തിയാണ് താൻ, അല്ലെങ്കിൽ അതിൽപ്പെട്ട ആളാണ് താൻ എന്ന് അദ്ദേഹം കേരള സമൂഹത്തോട് വിളിച്ചു പറയുകയാണ് ട്വിറ്ററിലൂടെ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് വിമർശനങ്ങൾ ഉയരാനുള്ള പ്രധാന കാരണം. ഇപ്പോൾ നിർമ്മൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തിന്റെ തീരദേശ മേഖലയിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയരുന്ന ഘട്ടത്തിൽ തിരുവനന്തപുരം CPIM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി അനാവൂർ നാഗപ്പനും ഇത് സംബന്ധിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധം മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് ഉണ്ടാകണമെന്നും മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂർ മാപ്പ് പറയണമെന്ന ആവശ്യമാണ് ഔദ്യോഗികമായി CPIM ജില്ലാ സെക്രട്ടറി കൂടിയായ അനാവൂർ നാഗപ്പൻ പ്രതികരിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിൽ നിന്നും CPIM ഇതൊരു രാഷ്ട്രീയ വിഷയമാക്കി, തെരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയും ചെയ്യുമെന്നുള്ളതിന്റെ സൂചന തന്നെയാണ് വരുന്നത്. എന്തായാലും മത്സ്യത്തൊഴിലാളികളെ അപമാനിക്കുന്നത് കേരളത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വമല്ല കോൺഗ്രസ് എന്നുള്ളത് കൊണ്ട് തന്നെ നാളെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സാധാരണഗതിയിൽ കോൺഗ്രസ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തുണ്ടാകുന്ന ഇത്തരം പ്രവണതകൾക്കെല്ലാം തന്നെ നേരിട്ട് ഏതെങ്കിലും തരത്തിലുള്ള നടപടികളിലേക്ക് കോൺഗ്രസ് പോകാറില്ല. ഇലക്ഷന് ശേഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നുള്ള ഒഴുക്കൻ മട്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടാകുക. അത് തന്നെയായിരിക്കാം നാളെ ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനായാലും എല്ലാം ശശി തരൂരിന്റെ കാര്യത്തിൽ എടുക്കുക. എന്തായാലും തീരദേശ മേഖലയിലെ ജനങ്ങളെ വളരെ മ്ലേച്ഛമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് അതും വലിയ വിജ്ഞാനിയാണ് എന്ന് സ്വയം പ്രഖ്യാപിക്കുന്ന ഒരു സ്ഥാനാർത്ഥി, അതിന് അത്തരത്തിലൊരു വാക്ക് ഞാൻ എടുത്തു പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രചരണ വേളയിൽ അദ്ദേഹം നമുക്കും മറ്റു ദൃശ്യമാധ്യമങ്ങൾക്കും നൽകുന്ന ബൈറ്റുകളിൽ അദ്ദേഹം എടുത്തു പറയുന്നത് അത് തന്നെയാണ്. ഈ തിരുവനന്തപുരത്തിന്റെ വിഷയങ്ങൾ പാർലമെന്റിൽ ഭാഷയിൽ, പാർലമെന്റിന് അറിയാവുന്ന ഭാഷയിൽ, അതായത് ഇംഗ്ലീഷിൽ കൃത്യമായി വിവരിക്കാൻ കഴിവുള്ള വ്യക്തിയാണ് താൻ എന്ന് അദ്ദേഹം എടുത്തു പറയുമ്പോൾ താൻ ഒരു വിജ്ഞാനിയാണ്, തൻ്റെ ഭാഷാ വൈഭവം മറ്റുള്ള സ്ഥാനാർത്ഥിമാർക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും മനം പുരട്ടുന്ന വാക്കുകളിലൂടെ ശശി തരൂർ തൻ്റെ വ്യക്തിത്വമാണ് നിർമ്മൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ലെസ്ലിയാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അതായത് കേരളത്തിന്റെ സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ശശി തരൂർ MPക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത് എന്ന വിവരമാണ് ലെസ്ലി നൽകിയത്. കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂർ MPക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങൾ ഉയരുന്നത്. നേരത്തെ നമ്മോട് പ്രതികരിച്ച ചാൾസ് ജോർജ് നമ്മോടൊപ്പമുണ്ട്. അതായത് വലിയ പ്രതിഷേധം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വാഭാവികമായി ഉയർന്നു വരുന്നു. പ്രളയകാലത്ത് താങ്ങായി നിന്ന മത്സ്യത്തൊഴിലാളികൾ, പകലന്തിയോളം കടലിൽ പണിയെടുക്കുന്നവർ, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ, മഞ്ഞെന്നും വെയിലെന്നും മഴയെന്നും നോക്കാതെ അരക്ഷിതമായ ജീവിത സാഹചര്യത്തിൽ ജോലി ചെയ്യുന്ന മത്സ്യത്തൊഴിലാളികളെയാണ്
തലസ്ഥാനത്തിൽ കഴിഞ്ഞ 2 തവണയായി MP പദം അലങ്കരിച്ച വിശ്വപൗരൻ എന്നൊക്കെ കോൺഗ്രസുകാർ വാഴ്ത്തുന്ന ശശി തരൂർ പരസ്യമായി അവഹേളിച്ചിരിക്കുന്നത്? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹത്തിന്റെ മനസ്സിൽ അടിഞ്ഞിരിക്കുന്ന ഈ വരേണ്യവർഗ സ്വഭാവത്തിന്റെ ഒരു പ്രതികരണമാണ്. അതായത് കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള കപട രാഷ്ട്രീയത്തിന്റെ ഒരു പച്ചയായ തെളിവല്ലേ ശശി തരൂർ? ഇതേ മനോഭാവമുള്ള പല കോൺഗ്രസ് നേതാക്കന്മാരും ഇപ്പോഴും കോൺഗ്രസിലുണ്ടാകും. ഒന്നുകിൽ ശശി തരൂരിന്റെ ഈ നിലപാടിനെ കോൺഗ്രസ് പരസ്യമായി പറയേണ്ടതല്ലേ ചാൾസ് ജോർജ്? അല്ല, അദ്ദേഹത്തിന്റെ വെളുത്ത ഖദറിനകത്ത് അല്ലെങ്കിൽ വെളുത്ത വസ്ത്രത്തിനകത്ത് കാക്കി ഉണ്ടെന്ന് മനസ്സിലായി. കാക്കി കളസം ഇട്ടാണ് നിൽക്കണേന്ന് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട് നമുക്ക്. ഇവിടെ ഉള്ളൊരു പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞിട്ട് തുടർച്ചയുണ്ട്. MP ആയിരുന്നു അദ്ദേഹം. MP ആയിരുന്നു ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യയിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നടന്നിരിക്കുന്ന മത്സ്യത്തൊഴിലാളികളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അതൊന്ന്, ഇന്ത്യയുടെ കടലിനെ തീരെഴുതാൻ വേണ്ടി കഴിഞ്ഞ UPA സർക്കാർ ഒരു കമ്മിറ്റി വെച്ച്, മീനാകുമാരി. അതിന് റിപ്പോർട്ട് വന്നത് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്താണ്. 1178 വിദേശ കപ്പലിനടക്കം ഇന്ത്യയുടെ ആഴക്കടൽ തീരെഴുതണമെന്നൊരു തീരുമാനമാണ്. തിരുവനന്തപുരത്താണ് ഏറ്റവും കൂടുതൽ ആഴക്കടൽ മത്സ്യത്തൊഴിലാളി കേരളത്തിലുള്ളത്. ആ തീരുമാനം വന്നിട്ട് വളരെ ശക്തമായ സമരം ഇന്ത്യയിൽ സാക്ഷ്യം വഹിച്ചു. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ തെക്ക് വടക്കൊരു വലിയ മത്സ്യച്ചങ്ങല ഉണ്ടാക്കി. അതിൽ ഉണ്ടായ ഒരു പ്രശ്നം, സംസ്ഥാന സർക്കാർ നിലപാട് സ്വീകരിച്ചു. ഇന്ത്യയിലെ തീരദേശ സംസ്ഥാന സർക്കാരുകൾ നമ്മുടെ കൂടെ വന്നു. ഉണ്ടായ ഒരു കാര്യം, ഇന്ത്യയിൽ ഗ്ലോബലൈസേഷന് ശേഷം മോഡി വാഴ്ച ആരംഭിച്ചതിന് ശേഷം മോഡി പരാജയപ്പെട്ട ഏക മേഖല കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളെന്ന് പറയേണ്ടി വരും. പൂർണ്ണമായി ഞങ്ങളുടെ സമരത്തിന് മുന്നിൽ നമ്മുടെ സമരം, കേരള ഗവൺമെന്റ് അടക്കം ഏറ്റെടുത്ത സമരം ഇന്ത്യയാകെ പടർന്നു. കേന്ദ്ര സർക്കാർ ലോകം മുഴുവൻ നടന്ന് വിദേശ മൂലധനം കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡിക്ക് നമ്മുടെ മുന്നിൽ മാത്രം, ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ മുന്നിൽ പരാജയം സമ്മതിക്കേണ്ടി വന്നു. അത് ഓർക്കണം നമ്മൾ. അഭിമാനകരമായ സമരത്തിന് നമ്മൾ നേതൃത്വം കൊടുത്താണ്. ഈ സമരവുമായി ബന്ധപ്പെട്ട് പാർലമെന്റിലടക്കം ഈ MP എന്ത് ചെയ്തു എന്ന് ഞങ്ങൾ ചോദിക്കുന്നു. ഈ MP അല്ല, കേരളത്തിൽ പോയ MP എന്ത് ചെയ്തു എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. രണ്ടാമത്തെ പ്രശ്നം ഓക്കിയെ സംബന്ധിച്ചാണ്. ഈ സംസ്ഥാന സർക്കാർ, അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിച്ച കത്ത് ഞാനും കണ്ടിട്ടുണ്ട്. ശശി തരൂർ എത്ര കോടിയാണ് പാസ്സാക്കിയത് ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, കേരള സർക്കാർ 7340 കോടി രൂപയുടെ ഒരു ഓഖി പുനരധിവാസ പദ്ധതി കേന്ദ്രത്തിൽ സമർപ്പിച്ചു. അപമാനകരം നിലപാടാണ്, അവഹേളനപരമായ ഒരു തീരുമാനം കേന്ദ്ര സർക്കാർ എടുത്തില്ലേ? വെറും 74, 100% ഭാഗം മാത്രമാണ് കേരളത്തിന് അനുവദിച്ചത്. ഇദ്ദേഹം പാർലമെന്റിൽ ചോദിച്ച ചോദ്യം എന്റെ കയ്യിൽ ഇപ്പോഴും ഇരിക്കുന്നുണ്ട്. എത്ര അനുവദിച്ചു, എന്താണ് മാനദണ്ഡം തുടങ്ങിയതൊക്കെ മറുപടി കേന്ദ്രം പറഞ്ഞിട്ടുണ്ട്. ഒരു കേരളത്തിന്റെ താല്പര്യത്തിന് വേണ്ടി, മത്സ്യമേഖല താല്പര്യത്തിന് വേണ്ടി ഒരു ശക്തമായ പ്രൊട്ടസ്റ്റ് അവർക്ക് രേഖപ്പെടുത്താൻ കഴിഞ്ഞോ? അതുണ്ടായിട്ടില്ല. മൂന്നാമത്തെ പ്രശ്നം, നമ്മുടെ മുന്നിൽ വരുന്ന ഏറ്റവും വലിയ വിഷയം എന്താണ്? കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഒന്ന് പരിസ്ഥിതി ദുരന്തത്തിന്റെ ഇരകളാണ്. രണ്ടാമത്തെ പ്രശ്നം വികസന ദുരന്തത്തിന്റെ ഇരകളാണ്. തിരുവനന്തപുരത്ത് അടക്കം ഒരു വികസനത്തിന്റെ ദുരന്തം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കും. തിരുവനന്തപുരത്തുണ്ട്, ആലപ്പാടുണ്ട്, പുതുവൈപ്പിലുണ്ട്. അതൊക്കെ വ്യക്തമായ അഭിപ്രായ ഭേദങ്ങളുള്ള കാര്യങ്ങളായിരിക്കാം. ഇത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിൽ ഈ മേഖല തകർന്നുകൊണ്ടിരിക്കും. ഏറ്റവും ഒടുവിൽ ഈ ദുരന്തത്തിന് ആക്കം കൂടുന്ന രൂപത്തിൽ കേന്ദ്ര സർക്കാർ തീരദേശ പരിപാലന നിയമം ഭേദഗതി ചെയ്തിരിക്കും. അത് ഉത്തരവും ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. ഞങ്ങൾ എന്ത് ചെയ്യും? കേരളത്തിന്റെ തീരത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് വീട് വയ്ക്കാൻ അനുവാദം കിട്ടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഈ തീരം കൈയടക്കുന്ന കയ്യേറ്റ മാഫിയ സംഘങ്ങൾക്ക്, നിർമ്മാണ ലോബികൾക്ക്, ഹോട്ടൽ ലോബികൾക്ക്, ടൂറിസ്റ്റ് ലോബികൾക്ക്, റിയൽ എസ്റ്റേറ്റ് വിഭാഗങ്ങൾക്കടക്കം എല്ലാ ഇളവുകളും കൊടുക്കുന്ന ഒരു തീരുമാനം വന്നു. ഈ വിശ്വപൗരൻ ഇതൊക്കെ ലോകം മുഴുവൻ നടക്കണില്ല. എത്ര തീരദേശ രാജ്യങ്ങളെ സന്ദർശിക്കാൻ അവിടങ്ങളിൽ എന്താ നടക്കണം നോക്കണ്ടേ? അപ്പൊ നമ്മുടെ കടലിനെയും തീരത്തെയും തീരെഴുതുന്ന വിനാശകരമായ തീരുമാനങ്ങൾക്ക് കോൺഗ്രസ്സാണ് തുടങ്ങി വെച്ചത്. അത് ഇവര് നടപ്പാക്കിയപ്പോൾ നമ്മൾ നിശബ്ദമായി നിൽക്കേണ്ട, മാപ്പുസാക്ഷികളായി നിൽക്കേണ്ടതെന്ന MP-മാരെ നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. അതിന്റെ ഒരു ഉത്തമ പ്രതീകമാണ് അദ്ദേഹം. അതുകൊണ്ട് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഈ തീരദേശ MP-മാർ, നമ്മുടെ MLA-മാരും കണക്കാണ് ഈ കാര്യത്തിൽ എന്റെ അഭിപ്രായം. പോട്ടെ, തീരദേശ MP-മാരെന്ന നിലയ്ക്ക് ഇത്ര നിർണായകമായ ഒരു പ്രക്ഷോഭം കേരളത്തിലെ കടലിന്റെ മക്കൾ നടത്തി. ഞാൻ ഓർക്കുകയാണ്, രക്ഷാപ്രവർത്തനം നടത്തിയ മത്സ്യത്തൊഴിലാളികൾക്ക് മുഖ്യമന്ത്രി സ്വീകരണം കൊടുക്കും. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് നിൽക്കുന്നത് ശശി തരൂരാണ്. അദ്ദേഹം തന്നെ അഭിമാനം കൊണ്ട് ചാൾസ് ജോർജ്, ഈ ഘട്ടത്തിൽ ഒരു ചോദ്യം കൂടി പ്രസക്തമാണ്. താങ്കൾ പറഞ്ഞു ഈ കോൺഗ്രസ് ആണ് ഈ നയങ്ങളൊക്കെ കൊണ്ടുവന്നത്. ശരി തന്നെയാണ്. ഈ മനോഭാവമാണ് ഈ ശശി തരൂരിനെ പോലെയുള്ള MP-മാർ വച്ചുപുലർത്തുന്നത്. ശശി തരൂർ പരസ്യമായി അവഹേളിക്കാനുള്ള ധൈര്യം അദ്ദേഹത്തിന് എങ്ങനെ ഉണ്ടായി? താങ്കൾ നേരത്തെ സൂചിപ്പിച്ചത് അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഈ ഒരു മനോഭാവം അറിയാതെ പുറത്തു വന്നു എന്നതാണ്. ഈ മനോഭാവം വെച്ചുകൊണ്ടാണ് രാഷ്ട്രീയ കപട വ്യക്തികളായി ജനങ്ങളെ
മുന്നിൽ വോട്ട് അഭ്യർത്ഥിക്കുക, വോട്ട് നേടുന്നത് വരെ അവരുടെ മുന്നിൽ ഇത്തരത്തിൽ യാചിച്ച് നിൽക്കുക. അത് കഴിഞ്ഞതിന് ശേഷം അവർക്ക് വേണ്ടി വാദിക്കുന്നവരല്ല ഇവരൊന്നും. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മത്സ്യത്തൊഴിലാളികളെ തലസ്ഥാനത്ത് ഒരു ചന്തയിൽ പോയിട്ട് അവഹേളിച്ചത്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇത്തരത്തിൽ മനോഭാവം സൂക്ഷിക്കുന്നവർ, മണ്ണിന്റെ മണമില്ലാത്ത, ജനങ്ങളുടെ വിഷയങ്ങൾ ഇടപെടാത്ത, തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ അറിയാത്ത അവർ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടുന്നു. കഴിഞ്ഞ 2 തവണയായി തുടർച്ചയായി തലസ്ഥാനത്ത് നിന്ന് ജയിച്ച MP ആണ് ശശി തരൂർ. അദ്ദേഹത്തിനെ പോലെ ഒരാളാണ് ഇങ്ങനെ ഒരു മനോഭാവം കാത്തു സൂക്ഷിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. ചാൾസ് ജോർജ്. അല്ല, മിനിഞ്ഞാന്നല്ലേ കോൺഗ്രസിന്റെ പത്രിക ഇറങ്ങിയത്? അതിന്റെ തീരുമാനം 72,000 രൂപ വെച്ച് ഇറ്റിങ്ങൾക്ക്, അതായത് ഈ പാവത്തുങ്ങൾക്ക് ഞങ്ങളൊരു സൗജന്യം കൊടുക്കുന്നു. 72,000 വെച്ച് വീട്ടിലെത്തി ന്യായം പറഞ്ഞിരിക്കുന്നു കോൺഗ്രസ്. ഇതൊക്കെ ഇവരുടെ സൗജന്യമാണോ? ഈ രാജീവ് പതനത്തിൽ ആരാണ്? ഇതൊക്കെ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമല്ലോ. അദ്ദേഹം എക്കണോമിക്സും കൂടി നോക്കണ്ടേ? ഇതൊരു ഉൽപാദക മേഖലയാണ്, ഉൽപാദക വർഗമാണ്. അവർക്ക് ഡ്യൂ ഷെയർ ആണ് കൊടുക്കേണ്ടത്, അർഹമായ വിഹിതമാണ്. അതിന് പകരം ഒരു സൗജന്യം പ്രഖ്യാപിക്കണം, ഞങ്ങളൊരു ന്യായം തരുന്നു എന്നല്ല എടുക്കേണ്ടത്. ഫിലാന്ത്രോപ്പി അല്ല നമുക്ക് വേണ്ടത്. ഹ്യൂമനിസത്തിന്റെ ആ മുഖപാഠം വെച്ചിട്ടുള്ള ഒരു നിലപാടല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത്, പ്രത്യേകിച്ച് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും വലിയ ദുരിതത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. 5 വർഷത്തോടെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഉണ്ടായിരിക്കുന്ന കാര്യം കൂടി അറിയണം. ലോകത്ത് പസഫിക്കിൽ ഒരു പുതിയ എൽനിനോ പ്രതിഭാസം കൂടി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അടുത്തൊരു വർഷത്തിനിടയിൽ വലിയ വരൾച്ചയാണ്. അതാ പറഞ്ഞ പരിസ്ഥിതി ദുരന്തത്തിന്റെ ഇരകൾ ആദ്യം ഇന്ത്യയും മത്സ്യത്തൊഴിലാളികളാണ്. ഈ ദുരന്തത്തിനെതിരെ ഒറ്റക്കെട്ടായി സ്വന്തം തോള് കാണിച്ച് ശശി തരൂർ അപമാനിച്ചതിൽ കോഴിക്കോട് മത്സ്യത്തൊഴിലാളികളുടെ വലിയ പ്രതിഷേധം. വിവരങ്ങളുമായി ജോഷില ചേരുകയാണ്. അതായത് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. കോഴിക്കോടും വലിയ പ്രതിഷേധമുണ്ടായിരിക്കുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ ജോഷില? കടലിന്റെ മക്കളെ അപമാനിച്ച ശശി തരൂരിന്റെ പ്രസ്താവനയിൽ കോഴിക്കോട്ടെ കടൽ തീരത്തെ ജനങ്ങളും പ്രതിഷേധിക്കുകയാണ്. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിക്കാം, എന്താണ് പറയാനുള്ളത് ശശി തരൂരിന്റെ പ്രസ്താവനയിൽ? മത്സ്യത്തൊഴിലാളി അപമാനിച്ചതിൽ സൈന്യ എന്ന് പറഞ്ഞ ആ സമൂഹത്തെ അപമാനിച്ച ശശി തരൂരിനെ പോലത്തെ പാർലമെന്റ് മെമ്പർമാരെ കേരളത്തിൽ നിന്ന് ആവശ്യമില്ല എന്നുള്ളതാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നു വരും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇനിയുള്ള ദിവസങ്ങളിൽ ഇതിന്റെ ഭാഗമായിട്ട് വളരെ വലിയ പ്രതിഷേധം ഉയർന്നു വരും തന്നെ ഞാൻ പറയാനുള്ളത്. കാരണം ഇത്രയും ജീവൻ പണയം വെച്ച് ഇവിടെയുള്ള ജനങ്ങളെ രക്ഷപ്പെടുത്താൻ വേണ്ടി മെനക്കെട്ട മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ചതിന്റെ പേരിൽ ജാതിയും മതവും ഗുണവും നിറവൊന്നും നോക്കാതെ ഈ പ്രളയമുള്ള സമയത്ത് എല്ലാവരും ജീവൻ രക്ഷപ്പെടുത്തിയതാണ് മത്സ്യത്തൊഴിലാളികൾ. ഈ ഒരു മത്സ്യത്തൊഴിലാളിനെ കേരള ഗവൺമെൻറ് കേരളത്തിൻ്റെ സൈന്യമായിട്ട് അംഗീകരിച്ചു. പക്ഷേ ആ സൈന്യത്തെ ഒന്നായിട്ട് അപമാനിക്കുന്നൊരു പ്രസ്താവനയാണെന്ന് ശശി തരൂർ എടുത്തത്. ഈ മത്സ്യത്തൊഴിലാളികളെ മൊത്തം ചവിട്ടിത്തേക്കുന്ന ഒരു പ്രസ്താവന കൊണ്ട് ഇങ്ങനത്തെ പ്രതിനിധി ഈ കേരളത്തിന് വേണോ വേണ്ടോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കണം. ശശി തരൂർ എന്ന് പറഞ്ഞ വ്യക്തി അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. എന്നുവെച്ചാൽ പ്രളയം വന്നതിന് ശേഷം നമ്മൾ ജാതി മതം നോക്കാതെയായിരുന്നു നമ്മളെ ആങ്ങളമാരായാലും ഭർത്താക്കന്മാരൊക്കെ പ്രളയത്തിൽ രക്ഷിക്കാനുണ്ടായിരുന്നത്. കടലോര മേഖലയിൽ അത്രയും അധ്വാനിച്ചിട്ട് പോയതാണ്. അപ്പോൾ അതിലും എന്താ പറയുക, എനിക്ക് ആ പറഞ്ഞത് കൊണ്ട് ഭയങ്കര മറ്റൊരു വേദന നമുക്ക് ഈ നാട്ടിൽ ഉണ്ടായി. ഒരു മാപ്പ് പറയണമെന്നുള്ള. ഇനിയുള്ള നാളുകളിലും പ്രതിഷേധം ശക്തമാവുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഞങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കോഴിക്കോട് നിന്നും ക്യാമറാമാൻ ഫിറോഷ് കോട്ടാലിക്കൊപ്പം PV ജോഷില. മത്സ്യത്തൊഴിലാളികളെ അധിക്ഷേപിച്ച ശശി തരൂർ MPക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്നത്. കോഴിക്കോട് ഉണ്ടായ മത്സ്യത്തൊഴിലാളികളുടെ പ്രതികരണമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. പ്രളയകാലത്ത് കേരളത്തിന് താങ്ങായ മത്സ്യത്തൊഴിലാളികളെ അപമാനിച്ച ശശി തരൂർ MPക്കെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത്. മത്സ്യത്തൊഴിലാളികളെ അവഹേളിക്കുകയും അപമാനിക്കുകയുമാണ് ചെയ്തതെന്ന് മത്സ്യഫെഡ് ചെയർമാൻ PP ചിത്തരഞ്ജൻ പ്രതികരിച്ചു. മീൻമണമേറ്റിട്ട് എനിക്ക് ഓക്കാനിക്കാൻ വന്നു എന്നാണ് ശ്രീ ശശി തരൂർ ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളി സമൂഹത്തെ ആകെ അദ്ദേഹം ആക്ഷേപിച്ചിരിക്കുകയാണ്, അദ്ദേഹം അപമാനിച്ചിരിക്കുകയാണ്. തൊഴിലെടുത്ത് ജീവിക്കുന്ന ഒരു സാധാരണ ജനവിഭാഗമാണ് മത്സ്യത്തൊഴിലാളികൾ. അധ്വാനിച്ച് ജീവിക്കുന്ന തൊഴിലാളികളോടാകെ അദ്ദേഹത്തിന്റെ സമീപനമാണ് ഇതിലൂടെ പ്രകടമായിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ശശി തരൂർ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഉള്ളിലുള്ള
സവർണ ബോധമാണ് പുറത്തു വന്നിട്ടുള്ളത്. ഒരു നിന്ദിക്കപ്പെടുന്ന ഒരു സമൂഹമായി മത്സ്യത്തൊഴിലാളി സമൂഹത്തെ അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്. നമ്മളെല്ലാം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആഗസ്റ്റ് മാസം 16-ാം തീയതി ഉണ്ടായ മഹാപ്രളയത്തിൻ്റെ വേളയിൽ 60,000-ഓളം വരുന്ന ജനതയെ രക്ഷിക്കുന്നതിന് വേണ്ടി എല്ലാം മറന്നു പ്രവർത്തിച്ച കേരളത്തിലെ മത്സ്യത്തൊഴിലാളിയെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കേരളത്തിൻ്റെ സ്വന്തം സൈന്യമെന്നാണ്. കേരളത്തിൻ്റെ സ്വന്തം സൈന്യമെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി വിശേഷിപ്പിച്ച ആ ജനത്തെയാണ് ഇവിടെ ശശി തരൂർ എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഉന്നതനായിട്ടുള്ള നേതാവ് അപമാനിക്കുവാനും നിന്ദിക്കുവാനും തയ്യാറായിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം മാപ്പ് പറഞ്ഞതുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഇതിനകത്ത് KPCCയുടെ നിലപാട് എന്താണെന്ന് ഞങ്ങൾക്കറിയണം. അതുപോലെ തന്നെ UDFന്റെ നേതാക്കന്മാരുടെ അഭിപ്രായം ഇതിനകത്ത് അറിയാൻ ആഗ്രഹമുണ്ട്. കാരണം മത്സ്യത്തൊഴിലാളികൾ എന്ന് പറയുന്ന ഒരു ജനവിഭാഗത്തെ ഏറ്റവും നിന്ദിക്കുന്ന നിലയിലേക്ക്, ഏറ്റവും മോശമായ പദപ്രയോഗം നടത്തിയ, ഏറ്റവും മ്ലേച്ഛമായ നിലപാട് സ്വീകരിച്ച ശശി തരൂരിന്റെ പേരിൽ കർശനമായ നടപടി സ്വീകരിക്കാനാണ് കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകേണ്ടത്. അദ്ദേഹം പരസ്യമായി മാപ്പ് പറയാൻ തയ്യാറാകണമെന്നുള്ള ശക്തമായ ആവശ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് കേരളത്തിലെ മത്സ്യത്തൊഴിലാളി സമൂഹമാകെ രാഷ്ട്രീയം മറന്നുകൊണ്ട് രംഗത്ത് വരുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. പ്രളയകാലത്ത് കേരളത്തിന്റെ താങ്ങായ മത്സ്യത്തൊഴിലാളികൾ, കേരളത്തിന്റെ സ്വന്തം സൈന്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിശേഷിപ്പിച്ച മത്സ്യത്തൊഴിലാളികൾ, പകലന്തിയോളം കടലിൽ മല്ലിടുന്ന ഏറ്റവും നിസ്വരും നിരാലംബരുമായ മത്സ്യത്തൊഴിലാളികൾ, ആ തൊഴിലാളികളെയാണ് തലസ്ഥാനത്തെ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തിലെ MP കൂടിയായ കോൺഗ്രസ് നേതാവ് ശശി തരൂർ MP അവഹേളിച്ചിരിക്കുന്നത്. വ്യാപകമായ പ്രതിഷേധമാണ് കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ പ്രതിഷേധം ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. ഇക്കാര്യത്തിൽ ശശി തരൂരിന്റെ ഇത്തരം അധിക്ഷേപ പ്രസ്താവനയിൽ കോൺഗ്രസ് UDF എന്ത് പ്രതികരിക്കും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണാം. ഈ ബുള്ളറ്റിൻ ഇതോടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.